ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പാൽക്കഞ്ഞിയാണ്. പാൽക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു കുക്കറും എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പൊടിയരി കഴുകി ആവശ്യത്തിന് പൊടിയരി കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം. നമ്മൾ ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചതിന് ശേഷം സെക്കൻഡ് പാൽ, അതായത് രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പൊടിയേരി വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എത്ര ആൾക്കാർക്കാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ, അതുപോലെ തന്നെ പൊടിയേരി ഉപയോഗിക്കാനും. നമ്മുടെ പാൽക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നാം പാലും കൂടി ഒഴിച്ചു. ഈ കഞ്ഞി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാം. കല്ലുപ്പ് കയ്യിലുള്ളവർ കല്ലുപ്പ് ഉപയോഗിക്കുക കേട്ടോ, അത് നല്ലതാണ്. ഇല്ലാത്തവർ പൊടിയുപ്പ് ഉപയോഗിക്കാം. അപ്പോൾ പാൽക്കഞ്ഞി ഇവിടെ റെഡിയായി. ഇനി ഞാൻ നിങ്ങൾക്ക് പാത്രത്തിലേക്ക് എടുത്തു മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാൽക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ സൈഡ് ഡിഷായിട്ട് മാങ്ങ ഉപ്പിലിട്ടതും മുളക് വറുത്തതും പപ്പടം ചുട്ടതും അല്ലെങ്കിൽ നല്ല ചുട്ടരച്ച സമ്മന്തിയുടെയും കൂടെ ഇത് നന്നായിട്ട് കഴിച്ചാണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് ചുട്ടരച്ച ചമ്മന്തിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പാൽക്കഞ്ഞി ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.